കരിമീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കരിമീൻ ഇട്ടിട്ട് ഓംലേറ്റ് അങ്ങോട്ട് മടക്കി വെച്ച് ചുരുട്ടിയെടുത്ത് വായിൽ വെച്ചിട്ട് ഒരു കടി കടിച്ചങ്ങോട്ട് തിന്നാലുണ്ടല്ലോ എൻ്റെ സാറേ. ഞാൻ ചുമ്മാ ഒന്ന് വീടിൻ്റെ അകത്ത് കയറി നോക്കിയത്. അപ്പോൾ നമസ്കാരം എല്ലാവർക്കും Omkv കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പൂളാനെ പിടിച്ചിട്ട് മറ്റേ മുട്ട വറുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ അത് നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയൊരു റെസിപ്പി തന്നെ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ഒരു ആലോചനയിലാണ്. അപ്പോൾ നമ്മൾ ഫിഷ് ഓംലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ കരിമീൻ എടുത്തിട്ടുണ്ട്, പിന്നെ മുട്ടയുണ്ട്. കരിമീൻ ഫില്ലറ്റ് ചെയ്തിട്ട് മാംസം മാത്രം എടുത്ത് ഫ്രൈ ചെയ്ത് അങ്ങനെയാണ് ചെയ്യാൻ പോകണം ശരിക്കും ഫിഷ് ഓംലേറ്റ്. നമ്മൾ കട്ട് ചെയ്ത് പീസാക്കിയല്ല. അപ്പോൾ മിക്കവാറും ഇതൊരു പുതിയ റെസിപ്പി ആയിരിക്കും മിക്കവാറും. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഫിഷ് ഓംലേറ്റ് ഉണ്ടാക്കാം. കമാ. അപ്പോൾ നമ്മൾ കരിമീൻ ഒരു 3 കരിമീൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാംസം മാത്രം ചെത്തിയെടുക്കാൻ വേണ്ടി ചെത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ മസ്റ്റാർഡിൻ്റെ ഫില്ലറ്റ് നൈഫ് ഉണ്ട്. അപ്പോൾ ഫില്ലറ്റ് നൈഫ് കൊണ്ട് നമുക്ക് നൈസായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ. ഫിഷിങ്ങിന് ഫില്ലറ്റ് ചെയ്തെടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെച്ചത് ഭയങ്കര പണിയായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. കരിമീൻ്റെ ഈ ഭാഗത്ത് മാത്രം ചെറുതായിട്ട് ബലമുള്ളൊരു മുള്ളുണ്ട്. എവിടെ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മാംസം ഫില്ലറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഏതണ്ട നമ്മൾ കരിമീൻ ഫില്ലറ്റ് ചെയ്ത് മാംസം മാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾക്കും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും, ഉറപ്പാണ്. ഇത് ഈ മുള്ളൊന്ന് പയ്യെ അങ്ങോട്ട് ചെത്തിക്കളയാം. പിന്നെ കരിമീൻ്റെ ഈ ഭാഗത്ത് കുറച്ച് മുള്ളുണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വലിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കത്തി കൊണ്ട് തന്നെ നമുക്കിങ്ങനെ പയ്യെ ചെത്തിങ്ങാട്ട് നല്ലോണം പറ്റിച്ചിങ്ങാട്ട് ചെത്തി എടുക്കുക, അല്ലെങ്കിൽ മാംസം പോവും. ഇങ്ങനെ എത്തുക. പിന്നെ അത് ഇവിടെ ടോപ്പിൽ നിന്നും കുറച്ച് എത്തുക. ഉണ്ടോ അവനിങ്ങോട്ട് പോകുന്നു. ഉണ്ടോ ആ മുള്ളിങ്ങോട്ട് പോകുന്നു. അതങ്ങനെ നിരന്ന് എല്ലാം ഇങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ പുറന്നിപ്പുണ്ട്. ഉണ്ടോ. അപ്പോൾ കരിമീത്തിൻ്റെ എല്ലാ മുള്ളും നമ്മൾ എടുത്ത് കളഞ്ഞു. എല്ലാ മുള്ളും എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സുഖമായിട്ട് കടിച്ച് അങ്ങോട്ട് തിന്നാം. എങ്ങനെ കടിച്ച് തിന്നാം. ഓക്കെ. അപ്പം നമ്മുടെ അവസാനത്തെ മീനും നമ്മൾ റെഡിയാക്കി ഫില്ലറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട കരിമീൻ നമ്മൾ നോക്കിയാൽ ഒരു ഇതുപോലും ഇല്ലാണ്ട് സുഖമായിട്ട് നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുകയെന്ന് വെച്ചാൽ ഇത് കത്തിയുടെയും കൂടി ഗുണമുണ്ട് കേട്ടോ. നല്ല കത്തിയാണ്, മസ്റ്റാർഡിൻ്റെ കത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണവും കൂടി ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ചെത്തി എടുക്കാൻ പറ്റി. നിങ്ങൾക്കും ഇത്തിരി നല്ല മുറിച്ചുള്ള മുനയുള്ള കത്തി കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പുരട്ടി വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കരിമീത്തിൽ പുരട്ടാനുള്ള മസാലകൾ റെഡിയാക്കാനാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സാറാസിൻ്റെ മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം സാറാസിൻ്റെ മസാലകൾ ഉപയോഗിച്ച് നോക്കാം. ഇഷ്ടപ്പെടുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം
നമ്മുടെ ഫില്ലറ്റ് മേലായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. അധികം തേച്ച് വെക്കരുത്, അധികം തേച്ചെന്നാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ടൊന്ന് അങ്ങോട്ട് തൂത്ത് വരട്ടിയാൽ മതി. നമ്മൾ ഈ മീറ്റിൻ്റെ മാംസത്തിൻ്റെ പുറത്ത് വരയുന്നൊന്നുമില്ല, വരഞ്ഞാലറിയാമല്ല, നൈസായിട്ടുള്ള നൈസാണ്. അപ്പോൾ അതുകൊണ്ട് വരഞ്ഞാൽ പൊട്ടിപ്പോവും, വറക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വരയാത്തത്. മുകളിൽ വെറുതെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ തൂത്ത് പിടിപ്പിക്കുന്നത് തൊലിയുടെ പുറത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാത്തിലും മസാല പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓംലേറ്റിനുള്ള പരിപാടി റെഡിയാക്കി, ഓംലേറ്റ് വെട്ടി റെഡിയാക്കി വെക്കാം. അത്ര നേരം ഇവൻ മസാല പിടിച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ, അത് ഓംലേറ്റിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഓംലേറ്റിന് വേണ്ടിയിട്ട് ഒരു 10 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട പൊട്ടിച്ച് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഓംലേറ്റിൽ ഇടുന്ന പോലെ തന്നെ സവാള, പച്ചമുളക്, വേപ്പില ഇതെല്ലാം നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, സരാശ്, പിന്നെ അവസാനമായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇവനങ്ങനെ നല്ലോണം പതഞ്ഞ് വരും. നമ്മൾ ഒഴിക്കുന്നില്ല, ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. ഓംലേറ്റിൻ്റെ മണം വരും കേട്ടോ ഒത്തിരി കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലപോലെ മുട്ട വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് ഗ്യാസിൽ തന്നെയാണ്. കാര്യം മീനിൻ്റെ ദശ വളരെ ചെറുതാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ചെന്നാൽ എത്രത്തോളം ശരിയാകും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്യാസിൽ തന്നെ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇടണം. ഓക്കെ, നമുക്ക് ഇവനങ്ങോട്ട് പയ്യെ മറച്ചിടാം. ഓക്കെ, ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡും കൂടി ഫ്രൈ ആക്കി എടുക്കാം. നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആക്കി. ഓക്കെ, അപ്പം നമ്മുടെ മീൻ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇവനെ ഇങ്ങോട്ട് മാറ്റാനാണ്. മാറ്റിയിട്ട് നമുക്ക് ഓംലേറ്റ് ഒഴിക്കാം. നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കണം ഓംലേറ്റ് അങ്ങോട്ട് ഒഴിക്കണം. എന്നിട്ട് ഈ ഓംലേറ്റിൻ്റെ അകത്തേക്ക് നമ്മുടെ കരിമീനിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതെങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ അങ്ങോട്ട് മടക്കി അങ്ങ് കൊടുക്കാം. മടക്കി തിന്ന് മക്കളെ, മടക്കി തിന്ന്. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓംലേറ്റ്, ഫിഷ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമ്മളങ്ങോട്ട് മാറ്റുന്നതാണ്. ഇതിനല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് ഓംലേറ്റ് പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത മീനും കൂടി അങ്ങോട്ട് വന്നത്. മറിച്ചിടുന്നു. നൈസായിട്ട് ഇത്തിരി കരിഞ്ഞിട്ടുണ്ട്. അതായത് കരിയും. കാര്യം ഇത് ഫില്ലറ്റാണല്ലോ, മാംസം മാത്രമല്ല, ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനിൻ്റെ പുറത്തേക്ക് നമ്മൾ ഓംലേറ്റ് ആണ് ഒഴിച്ചത്. എങ്ങനെയുണ്ട് മോനെ? അപ്പം ഇതായിരുന്നു നമ്മുടെ പരിപാടി. ശരിക്കും നമ്മൾ നല്ലോണം വെട്ടിയതുകൊണ്ടാണ് ഈ സൈഡൊക്കെ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞാണ്. വേറൊന്നുമല്ല.
ഇവനെ എനിക്കൊന്ന് പൊക്കി മറിക്കണമെന്നുണ്ട്, പക്ഷെ മറിച്ചാൽ ചിലപ്പോൾ അപ്പുറത്ത് പറമ്പിൽ കിടക്കാം, അതുകൊണ്ടാണ് ഞാൻ മറിക്കാത്തത്. കനം കൂടുതലല്ലേ? കനം കൂടുതലാണ്, മറിയാൻ സാധ്യത വളരെ കുറവ്. ഓക്കെ, ഇവനങ്ങോട്ട് മടക്കാം. ആ പതഞ്ഞിരിക്കണോണ്ടാണ് ഇവനിങ്ങനെ വീർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവനങ്ങോട്ട് പയ്യെ ഒന്ന് മറിച്ചിട്ട് വെക്കാം. കഴിഞ്ഞ പ്രാവശ്യം മറിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തമ്പുരാൻ അറിയാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ഓംലേറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കമത്തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഇപ്പം നിങ്ങൊന്ന് ശരിക്കൊന്ന് മണത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓംലേറ്റിൻ്റെ മണം കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം. ഒന്ന് ചൂടാറിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ OMKV സ്റ്റൈലിൽ ഫിഷ് ഓംലേറ്റ് റെഡിയാണ്. അപ്പോൾ ഞാനിതൊന്ന് മടക്കിയിട്ട് കഴിച്ച് നോക്കട്ടെ. മടക്കി ഇവനിങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ഇത് കണ്ട, ഇവൻ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണ്ട ഓംലേറ്റ്, മീൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവനിങ്ങനെ എടുത്തിട്ട് വായിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് കടിച്ചങ്ങോട്ട് തിന്നാം. നല്ല മാംസം ഇരിക്കണ്ട, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിരുന്നു. എൻ്റെ പൊന്നെ, വെറുതെ പറഞ്ഞാൽ കേട്ടാ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി ടേസ്റ്റ്. എൻ്റെ പൊന്ന് സാറ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് മറ്റേ ഫിഷ് ഓംലേറ്റ് എന്നും പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ച് തന്നെ. നിങ്ങൾ ഫിഷ് ഓംലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത്. ഞാൻ കണ്ടുപിടിച്ചല്ല, നമ്മളെല്ലാവരും കൂടി കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഒരു കടിയും കൂടി. ഒരു രക്ഷയില്ല, കൊതിയായിപ്പോട്ടെ, ഭയങ്കരമായിട്ട് കൊതിയായിപ്പോയി. ഒരു രക്ഷയില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഫിഷ് ഓംലേറ്റ്. സ്റ്റാലിൻ കിടന്ന് കറങ്ങ, തിന്നിട്ട് കിടന്ന് കറങ്ങ. എടാ നിക്കട, നിന്റെ മുഖമൊന്ന് കണ്ട് കണ്ണടഞ്ഞു പോട്.